നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൈപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ കിഡ്നി ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായിട്ടുള്ള ഫാദർ ഡേവിസ് ചർമ്മലച്ചൻ നമ്മോട് കൂടെയുണ്ട്. അച്ഛൻ ഇപ്പോൾ കൈപ്പറമ്പ് പള്ളിയുടെ അധീനതയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും കിഡ്നി ഫൗണ്ടേഷൻ്റെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം. അച്ഛൻ നമസ്കാരം. നമസ്കാരം. തൃശ്ശൂർ ഇത്രയും വലിയൊരു സിറ്റിക്കുള്ളിൽ നിന്ന് ഇങ്ങോട്ട് മാറാനായിട്ട്, ഇപ്പോൾ ഈ കിഡ്നി ഫൗണ്ടേഷൻ്റെ സ്ഥലം ഇങ്ങോട്ട് മാറാനായിട്ട് എന്താണ് അതിന് കാരണം ഉണ്ടായത്? അവിടെ വെറുതെ വേസ്റ്റ് ആയി കിടന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വളരെ കോടികൾ ചെലവഴിച്ചോടെ പണിതത്. പക്ഷെ ഓരോ വർഷം കഴിയുമ്പോൾ റെന്റ് കൂടുകയാണ്. റെന്റ് കൂടി വരുമ്പോഴുണ്ടാവുന്ന പ്രയാസം ഒന്ന്. രണ്ട്, അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും നമുക്കില്ല. മാത്രല്ല അതിന്റെ മുകളിൽ ഡ്രസ്സില്ല, ചെറുതായിട്ട് ചോർച്ച, അങ്ങനെ പല പല എലമെന്റ്സുകൾ വന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സ്ഥലം കിട്ടിയത്. ഇവിടെ കിഡ്നി ഫെഡറേഷനിലെ ഡയാലിസിസും അതേമാതിരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതേക്കുറിച്ചൊന്ന് വിവരിക്കാൻ പറ്റുമോ അച്ഛാ? ഇതിപ്പോ കൈപ്പറമ്പിലെ കുർമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുർമാൽ സെന്റ് ജോർജ് ചർച്ച് ഉണ്ട്. ആ ചർച്ചിന്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലത്താണ് ഇപ്പൊ ഈ ഡയാലിസിസ് യൂണിറ്റ്, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസും ഡയാലിസിസ് യൂണിറ്റും ഇപ്പൊ ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ നമുക്കൊരാള് സ്ഥലം തരികയാണ്. ആളുടെ ഒരു കുഞ്ഞ് ക്യാൻസർ ആയിട്ട് മരിച്ചു പോയപ്പോൾ ആ കുഞ്ഞിന്റെ പേരിൽ എടുത്തിട്ടുള്ള സ്ഥലം 22-3 സെന്റ് സ്ഥലം നമുക്ക് തരുന്നു. അപ്പോഴാണ് നമ്മളിവിടെ സ്വന്തം സ്ഥലത്ത് ഈ സ്ഥാപനം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അത് നമ്മളിവിടെ വന്നു. ഇവിടെ സ്ഥാപിക്കാനായിട്ട് പല വ്യക്തികളും, അമേരിക്കയിലെ എൻ്റെ കുറെ സുഹൃത്തുക്കള്, അവർ കുറെ സഹായങ്ങൾ തരാൻ തയ്യാറായി. 6-7 കോടി രൂപയോളം ചെലവഴിച്ച് വലിയൊരു ബിൽഡിങ്. അതിൽ നമുക്ക് മുണ്ടൂരുള്ള ജോൺ ഫ്ലവർ ദമ്പതികൾ അവരുടെ വിവാഹത്തിന്റെ 50ാം വാർഷികത്തിന്റെ 10 ഡയാലിസിസ് മെഷീൻ തന്നു. പിന്നെ ഇപ്പോൾ കാത്തലിക് സിറം ബാങ്ക് 10 ഡയാലിസിസ് മെഷീൻ തന്നു. പിന്നെ അതിന് മുകളിൽ പണിയാനായിട്ട് ഫെഡറൽ ബാങ്ക് ബിൽഡിങ്ങിന് അവരുടെ CSR തന്നു. അപ്പൊ നമ്മൾ 20 ഡയാലിസിസ് മെഷീൻസ് ഇപ്പൊ 10 പ്രവർത്തിക്കുന്നു. ഈ മാസത്തോടു കൂടെ നമ്മൾ അവിടുത്തെ പണി കഴിയുമ്പോൾ, മുകളിലത്തെ പണി കഴിയുമ്പോൾ 20 ഡയാലിസിസ് മെഷീൻസ്. ഇവിടെ നമ്മളിപ്പോൾ 2 ഷിഫ്റ്റാണ് രോഗികൾക്ക് ഡയാലിസിസ് ഒക്കെ ടോട്ടലി ഫ്രീ ആണ്. 1 രൂപ പോലും ഇന്ന് വരെ കിഡ്നി ഫെഡറേഷൻ ആരുടെ കയ്യിൽ നിന്നും ഒരു സേവനത്തിനും നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഇന്ന് വരെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സൗജന്യമാണ്. സൗജന്യമല്ലാത്ത ഒന്നും നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കണ പരിപാടി ഇല്ല. ഒരു കാര്യത്തും ഇല്ല. എന്ത് കാര്യം. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് സൈഡിലുള്ള ഒരു ഏക്കർ 20 സെന്റ് സ്ഥലം ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചതാണോ? വാങ്ങിച്ചു. അത് ഓരോരുത്തർ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിനുള്ള പൈസ അമേരിക്കയിലുള്ള സുഹൃത്തുക്കൾ തന്നെ തന്ന് വാങ്ങിച്ചു. അപ്പൊ അവിടെ നമ്മളൊരു കിഡ്നി ഗ്രീൻ പാർക്ക്, കുട്ടികൾക്ക് വന്ന് ഈവനിങ്ങിൽ വന്ന് കളിക്കാനും ചാടാനും കുഴിയാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ. ഒപ്പം മുതിർന്നവർക്ക് വന്നാല് അവർക്ക് ജിമ്മ്, ഓപ്പൺ ജിമ്മ്, അവരുടെ കൈ കാല് ഒക്കെ ഇളകാനായിട്ടും അതിനുള്ള ഓപ്പൺ ജിമ്മ്. അത് നമ്മുടെ മണപ്പുറം നന്ദകുമാറാണ് നമുക്ക് അതിനുള്ള സ്പോൺസർഷിപ്പ്. അപ്പൊ അങ്ങനെ ഇവിടെ വരുന്ന പേഷ്യൻസിന് ഒരു ടെൻഷനോ ഒരു ആശങ്കയോ ഇല്ലാതെ ഡയാലിസിസ് ചെയ്ത് പോവാം. ഇവിടെ നടത്തുന്നത് അമല ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫാണ്. നമ്മൾ ഇതിന്റെ പേയ്മെന്റ് മുഴുവൻ അമല ഹോസ്പിറ്റലിലേക്കാണ് കൊടുക്കുന്നത്. അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ഡയാലിസിസ്. നഴ്സുമാരും അതേമാതിരി വർക്ക് എവരിത്തിങ്. വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികളും നമ്മുടെ കേരളത്തിലുള്ള മലയാളികളെ കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അതായത് പുറത്തേക്ക് പോയി കഴിയുമ്പോഴല്ലോ അവര് പലതും കണ്ടു പഠിക്കുകയാണ്. എങ്ങനെ പെരുമാറണം, എങ്ങനെ ഒരാളെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ ഒരാളെ കെയർ ചെയ്യണം. ഇതൊക്കെ അവിടുത്തെ രാജ്യത്ത് കൂടുതലാണ്. അവർക്ക് നുണ പറയാ, അതൊന്നും അവർക്ക് വളരെ മോശമായിട്ട് കണക്കാക്കാം. ഇവിടെ കള്ളം പറയണതാണ് കൂടുതലല്ല, ഭയങ്കരമായിട്ട് നീ അടിച്ചെടുത്തുട്ടാ എന്നൊക്കെ പറയണേ. അവിടെ ഒരിക്കലും അങ്ങനെ കള്ളം പറഞ്ഞ് ഒന്നും നേടിയെടുക്കാനുള്ള ആ ക്യാരക്ടർ അവിടെ ഇല്ല. ആ കൂട്ടത്തിലേക്ക് നമ്മുടെ ആൾക്കാർ ചെല്ലണത്. സംഭവിച്ചത് നമ്മുടെ സ്വഭാവം അവർക്ക് കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. അവരുടെ സ്വഭാവം നമുക്കാണ് കിട്ടേണ്ടത്. നമ്മൾ ഓവർടേക്ക് ചെയ്ത അവർക്ക് അവരെ കള്ളം പറയാനൊക്കെ നമ്മൾ പഠിപ്പിച്ചു. അങ്ങനെ പറയാം, കള്ളൊക്കെ പറയാം, അങ്ങനെ അവരെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ. പക്ഷെ അവിടെ ജെന്യുവൻ ആയിട്ടുള്ള മനുഷ്യര് നമ്മൾ വഴിക്കോടെ പോയിട്ട് ഹലോ ഹൗ ആർ യു, ഫൈൻ, പരിചയമില്ലാത്ത ആളായി പോലും ഒരു പരിചയം വേണ്ട. നമ്മളിവിടെ നാട്ടിൽ വരുമ്പോ എങ്ങനെ തേണ്ടി നടക്കാല്ലേ. അതായത് ഒരാളെ കണ്ടാൽ ആദ്യം പറയുന്നത് നെഗറ്റീവാണ്. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ ഞങ്ങളോട് പറയണം, ഒരാളെ എന്നെ കണ്ടത്, പ്രത്യേകിച്ച് എന്റെ കാര്യം പറഞ്ഞു, ഒരാളെ കണ്ട വെച്ചാണ് അറിയാ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മളെ പുച്ച കലർത്തി ചോദിക്കുന്നത്.
അറിയില്ലല്ലേ ചേട്ടാ അത് മനസ്സിലായി. അത് ശരി, കംപ്ലീറ്റ് വായന നെഗറ്റീവാ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അച്ഛാ ഞാൻ തോമസ്, ഞാൻ എന്നെ മണ്ണമ്പട്ടയിലുള്ള അച്ഛൻ അവിടെ ഒരു ദിവസം വന്നിട്ടുണ്ട്, അങ്ങനെയല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് പറയില്ല. നമ്മൾ അലക്കണ ആദ്യം ഒരാള് വെറുതെ നടക്കല്ലേ, ഒരു പണിയില്ലല്ലേ. ഇനിയിപ്പോ ഒരു എന്നെ കാണാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ ക്യാരക്ടർ അങ്ങനെയായി പോയി. എനിക്കറിയില്ല ഇത് എന്ത് മനുഷ്യനെന്ന്. നമ്മള് മുറിയിലിരിക്കുന്ന സമയത്ത് വാതിലിട്ട് തുറന്നു വെച്ചു, അപ്പൊ ഇവിടെ ഉണ്ടാ വെറുതെ പോയില്ലല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാ പറയില്ലല്ലോ. ശരി എന്നാ ഞാൻ പോയി ക്ഷമ പഠിച്ചോണ്ടിരിക്കുക. ശരി ചേട്ടാ, ചേട്ടൻ പറഞ്ഞതിന് സമ്മതിച്ചിരിക്കുന്നു. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇനി അവിടെ വന്ന് നമ്മളെ കണ്ടില്ല എന്നൊക്കെയാ എവിടേക്ക് പോയിക്കണം. അതായത് മനുഷ്യന് ഒരാളെ മോശമാക്കി പറഞ്ഞാലാണ് നമ്മൾ നന്നാവാന്ന് വിചാരിക്കുന്നത്, മനസ്സിലായോ? മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരിക്കലും അവർ മറ്റുള്ള ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യില്ല, ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന വാക്കുകളും പറയില്ല. നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോൾ ഞാൻ ആരോ വർത്താനം പറഞ്ഞു, ഇപ്പൊ ഒരാളെ കണ്ടില്ലേ ഒരു കുട്ടി, അവന്റെ ബർത്ത്ഡേ ആരോ ഉണ്ടാക്കിയ ഒരു സംസ്കാരമാണ്, കേക്ക് മുറിച്ചത് അടുത്ത മുഖത്ത് തേക്കുക, മുടിയൊക്കെ ചെയ്യുമെന്ന് ബർത്ത്ഡേ മൂത്താകത്ത് വെച്ചിട്ട് എന്തിട്ടുണ്ടായെന്ന് അറിയുന്നില്ല. ഒരു സ്ഥലത്ത് 3 കൂട്ടുകാരന്മാര് തേച്ചു, അവൻ തോക്കെടുത്ത് 3 വെടിവെച്ചു വന്നു. ഇപ്പൊ വാർത്തയിലുണ്ട്. ഇതാരിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കണേന്ന് ആലോചിക്കണേ. അതായത് ഒരു ബർത്ത്ഡേ അവന് വളരെ പോസിറ്റീവ്, വെരി ഗുഡ്, യു ആർ വെരി സ്മാർട്ട്. അതിനുശേഷം ഈ തേക്കൊക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ തേച്ചിട്ട് ഇവനാകെ അപ്സെറ്റ് ആക്കുക. ഇതൊന്നും ഒരിക്കലും നമ്മൾ പുറം രാജ്യങ്ങളിൽ കാണില്ല. നമ്മുടെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ആരതൊരു വീഡിയോ ആരോ പറഞ്ഞത്, കല്യാണം ചെക്കൻ്റെ പെണ്ണിന് കല്യാണം കഴിഞ്ഞിട്ട് അവനെ മണികളിലേക്ക് ആക്കിയിട്ട് അവന്റെ മുറിയിലേക്ക് പടക്കം പൊട്ടിച്ച് എറിയുക, ഒരു പൂവോടെ നിൽക്കണം. അതാ പറിച്ച തുള്ളി പിടിച്ച കളഞ്ഞു. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു കിളി അവിടെ ഇരിക്കുന്നു, അപ്പുറത്ത് കല്ലെടുത്തെറിഞ്ഞു. എന്ത് സാധനം നല്ലത് കണ്ടാലും അത് നശിപ്പിക്കുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അതെങ്ങനെയും മനുഷ്യർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ട് എവിടെ പോയാലും എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് കരുതുക. ഒരു നല്ല ചിത്രം അവന് ചെളിവാരി അറിയും. എന്താ കാര്യം എന്നറിയോ? ഇവന്റെ ഉള്ളിൽ ഇവനെ കുറിച്ച് അവന് സംതൃപ്തിയില്ല. നമ്മൾ ആദ്യം നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ നല്ലതെന്ന് പറയാനല്ലോ. ഞാൻ മോശമാണ്, പിന്നെ എല്ലാം മോശം, കാണുന്നതെല്ലാം മോശം. അപ്പൊ അത് മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ മലയാളികൾ അത് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടലി അവർ ചേഞ്ച് ആവും. പക്ഷെ നെടുമ്പാശ്ശേരി ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയാൽ മാറും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ രീതിയിൽ അച്ഛൻ പദ്ധതികൾ ഉണ്ടാക്കാറുണ്ട്. അത് അച്ഛന്റെ മനസ്സിൽ നിന്ന് എങ്ങനെ വരുന്നത്? നമ്മള് ഒരിക്കലും ആലോചിച്ചിട്ട് വരുന്നല്ലത്. ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് ഇപ്പൊ ഒരു കോള് വന്നത് ഡ്രയറാണ്. മുരിങ്ങയുടെ ഇല, തുളസിയുടെ ഇല, പനിക്കൂർക്ക, കറിവേപ്പിൻ്റെ ഇല, ഇതൊക്കെ ഡ്രയർ എടുത്ത് പൊടിച്ച് പൊടിയാക്കിയാൽ ഭയങ്കര സെയിൽസ് സാധ്യതയുണ്ട്. അപ്പൊ അമ്മമാർക്കൊരു പരിപാടി ചെയ്യാം. ഇപ്പൊ അതിന്റെ ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മളത് സെറ്റ് ചെയ്യും. അപ്പൊ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ്, അല്ലാതെ നമ്മൾ ചെല്ലുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കില്ലേ ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ ഭക്ഷണം മദർ തെരേസയുടെ ചർച്ചാണ്. മദർ തെരേസ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ആ കൾച്ചർ ഇവിടെ ഉണ്ടാവണം. അത് കരുതിയിട്ട് അപ്പോ മനസ്സിൽ വന്ന ചിന്തയാണ്. അപ്പൊ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ 1000 രൂപ, അപ്പൊ 19 പേര് പൈസ തന്നു. അപ്പൊ പിന്നെ എളുപ്പമായി. അപ്പൊ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. കിഡ്നി തന്നെ ഇപ്പൊ അവൻ സൂയിസൈഡ് ചെയ്യാൻ പോയിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഡ്നി തന്നെ കൊടുക്കാൻ തയ്യാറായത്. അല്ലാതെ നമ്മൾ കിഡ്നി വേണോ കിഡ്നി എന്ന് ചോദിച്ച് നമ്മൾ നടന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്.